ഹലോ. അങ്ങനെ ഷൈന ഡോക്ടറുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നല്ലോണം ചേഞ്ച് വന്നു തുടങ്ങി. ആക്റ്റീവായിരുന്ന പിമ്പിൾസ് എല്ലാം പെട്ടെന്ന് തന്നെ റെഡ്യൂസായി. മാത്രമല്ല പുതിയത് വരുന്നുണ്ടെങ്കിൽ തന്നെയും അത് ഒരുപാട് വലുതാവാതെ പെട്ടെന്ന് തന്നെ ചുരുങ്ങി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് തന്നെ പെയിനും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ആ പ്രോബ്ലം മാറിക്കിട്ടി. അങ്ങനെ ഞാൻ ഫുഡ് നന്നായിട്ട് കഴിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്തു തുടങ്ങി. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ജിമ്മിലും പോകാൻ തുടങ്ങി. പിന്നെ വർക്കൗട്ടും കൂടെ ആയപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷനും വന്നു തുടങ്ങി. കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടിയതുകൊണ്ടും പിന്നെ നല്ല രീതിക്ക് ഫുഡ് കഴിക്കുന്നത് കൊണ്ടും പിന്നെ അതുപോലെ തന്നെ ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിനുള്ള എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് നല്ല മനസ്സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ആയപ്പോൾ എനിക്ക് നല്ല രീതിയിലൊരു ചേഞ്ച് വന്നു തുടങ്ങി. ഒരു 8 മാസം കൊണ്ട് എൻ്റെ ഫേസിൽ നിന്ന് കംപ്ലീറ്റ് പിമ്പിൾസും പോയി, പുതിയതൊന്നും വരാതെയായി. മാത്രമല്ല പിമ്പിൾസിൻ്റെ പാട് പോലും ഇല്ലാത്ത വിധം എൻ്റെ സ്കിൻ നല്ല ക്ലിയറായി. പക്ഷേ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ സമയത്ത് തന്നെ ഡോക്ടർ എന്നോട് വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിമ്പിൾസ് എല്ലാം പോയി കഴിഞ്ഞെന്ന് വിചാരിച്ച് ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യരുത്, ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന്. അവിടെ പക്ഷേ എനിക്കൊരു ചെറിയ പണി കിട്ടി. ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കൊറോണ വരുന്നത്. അങ്ങനെ 8 മാസത്തെ ട്രീറ്റ്മെൻറ്റ് ആയപ്പോഴേക്കും കൊറോണ വന്ന് ലോക്ക്ഡൗൺ ആയി. പിന്നെ എനിക്ക് ഡോക്ടറെ കാണാൻ പോകാൻ പറ്റാതെയായി. പിമ്പിൾസും പാടുകളും ഒക്കെ പോയി ക്ലിയറായ എൻ്റെ ഫേസിലേക്ക് ഒരു 1 ഇയർ കൊണ്ട് ഓപ്പൺ പോർസ് നല്ല രീതിയിൽ വരാൻ തുടങ്ങി. പിമ്പിൾസ് മാറാൻ എനിക്ക് ഡോക്ടർ എഴുതുന്നൊരു ക്രീമായിരുന്നു ട്രെറ്റിനോയിൻ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു ഗ്ലൈക്കോ 6 എന്ന് പറഞ്ഞിട്ട് ഒരു ക്രീമും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അത് നൈറ്റ് മാത്രം യൂസ് ചെയ്യാനാണ്. പിന്നെ UV ഡെക്സിൻ്റെ ഒരു സൺസ്ക്രീനും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ മാറ്റത്തിൻ്റെ കഥ.